നമസ്തേ. ഇതാണ് മാറുന്ന മറ്റൊരു ഇന്ത്യ. ലവ് ജിഹാദ് ആണെങ്കിൽ അതിനുത്തരം ചെരുപ്പൂരി കർണക്കുറ്റി അടിച്ചുപോക്കൽ തന്നെയാണ്. കർണാടക തന്നെയാണ് ആ ഒരു സന്ദേശം ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. 50-കാരനായ മുസ്ലിം പ്രൊഫസറിന് താൻ പഠിപ്പിക്കുന്ന കുട്ടിയെ ഭാര്യയാക്കാൻ അതിമോഹം. മൂന്നാം ഭാര്യയാക്കി തട്ടമിട്ട് കാണാൻ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിലെ ആ പ്രൊഫസറിന് കർണക്കുറ്റി പൊട്ടുമാറ് ശിഷ്യരുടെ ചെരുപ്പടി കിട്ടി. ഒടുവിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിലെ ഒരു മെഡിക്കൽ കോളേജിൽ ക്ലാസ്സിനിടെ വിദ്യാർത്ഥിനിയോട് പ്രണയ അഭ്യർത്ഥന നടത്തിയ 50-കാരനായ പ്രൊഫസർക്ക് ലഭിച്ചത് അപ്രതീക്ഷിതമായ കർണക്കുറ്റി പുകച്ചിലാണ്. ശ്രീ സിദ്ധാന്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിലായിരുന്നു ഈ ദാരുണ സംഭവം. 50-കാരൻ പ്രൊഫസറുടെ പ്രണയം ഒരു വിദ്യാർത്ഥിനിയോടായിരുന്നു. പ്രൊഫസർ അബ്ദുൽ മജീദ് 19 വയസ്സുള്ള തന്റെ വിദ്യാർത്ഥിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു. പ്രൊഫസർ തന്റെ ക്ലാസ്സിനെ അഭിസംബോധന ചെയ്ത് വിദ്യാർത്ഥിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അതിന്റെ വീഡിയോയാണ് ഈ കാണുന്നത്. So happened that there was a substance of love from your batch who recalled us, who recalled me in fact, and I could not resist the immense love given by your batch, and I would like to propose one of the most important girls of your batch who did propose to me, and I shall distribute chocolates to the entire batch. I love you, Gauri Krishna. Excuse me. If you want to speak, you can go to principal. Entire batch will come with you. Yeah, you can come in front of the How come you proposed to me? When did I propose? Why did you say? Did you say that I love you, Mama man? Excuse me. Did you say that? When did I propose? There is a CCTV image. Okay, show me that. Show me that. Okay, I'll talk to you tomorrow in brief. I don't want to talk. It's okay. Guys, you can have chocolates. ഇനി സീൻ 2. പ്രൊഫസർ വിവാഹ അഭ്യർത്ഥന നടത്തിയ ആ വിദ്യാർത്ഥിനി തന്റെ കാലിലിരുന്ന ചെരുപ്പ് കൊണ്ട് ആദ്യം പ്രൊഫസർ അടിച്ചു. ഒരു കാറിന് സമീപം ചാരി മുഖമ്പത്ത് നിൽക്കുന്ന അധ്യാപകന്റെ മുന്നിൽ നിന്നും മറ്റ് വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിനിയെ പിടിച്ചു മാറ്റുന്നത് ആദ്യം കാണാം. അവരുടെ കയ്യിൽ ഒരു ചെരുപ്പുണ്ട്. തൊട്ടു പിന്നാലെ മറ്റ് വിദ്യാർത്ഥികളും കൈവച്ചു. എന്തായാലും ഈ സംഭവം കർണാടകയിൽ വലിയ കോളക്കം സൃഷ്ടിച്ചത്. ലവ് ജിഹാദ് എന്നല്ല ഇതിനെ പറയേണ്ടത്, ട്രാപ്ഡ് ജിഹാദ് എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. ജിഹാദികൾക്ക് വേണ്ടത് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെയാണ് ഇവർ ഇരയായി മാറ്റുന്നത്. ഈ ജിഹാദികളെ സഹായിക്കാൻ കൂടെയുള്ള സുഹൃത്തുക്കൾ, ബെസ്റ്റികളൊക്കെ കൂട്ടുണ്ട്. വിവാഹം കഴിച്ചതും കഴിക്കാത്തതുമായ സ്ത്രീകളെയാണ് ഇവർ നോട്ടമിടുന്നത്, പ്രത്യേകിച്ച് കർണാടകയിൽ. സ്ത്രീകൾ ഇവിടെ വലയിൽപ്പെട്ടാൽ ഊരിപ്പോകാൻ വലിയ പ്രയാസമാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ സ്ത്രീകൾക്ക് കൊടിയ പീഡനം. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ 50-കാരനായ ജിഹാദിയായ പ്രൊഫസർക്ക് തോന്നിയ പ്രണയാഭ്യർത്ഥന, പ്രൊഫസർ നടത്തിയ പ്രണയാഭ്യർത്ഥന വിദ്യാർത്ഥിനി ചൂടോടെ തിരസ്കരിച്ചതും സഹപാഠികൾ ചൂടോടെ അടിച്ച് കർണക്കുറ്റി പുകച്ചതും.